ഹലോ, ഞാൻ നാസിൽ. Xylem Commerce Pro'ൽ ടാക്സേഷൻ്റെ ഫാക്കൽറ്റിയാണ്. സോ ACCൻ്റെ ടാക്സേഷൻ പേപ്പറിൽ പല വേരിയൻസ് ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ ഡീൽ ചെയ്യുന്നത് ACCയുടെ UK ടാക്സ് വേരിയൻ്റ് ആണ്. ടാക്സേഷൻ പേപ്പറിൻ്റെ വൺ ഓഫ് ദ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ടാക്സേഷൻ പേപ്പറിന് പല വേരിയൻസ് ഉണ്ടെങ്കിലും UK വേരിയൻ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ UKൻ്റെ ഫൈനാൻഷ്യൽ ആക്ടിൻ്റെ ബേസിസിലാണ് ടാക്സ് പേപ്പർ ഡിസൈൻ ചെയ്തത്. അതേപോലെ എല്ലാ വർഷവും ഫൈനാൻഷ്യൽ ആക്ട് മാറുന്നത് പോലെ തന്നെ ടാക്സേഷൻ പേപ്പറിൻ്റെ സിലബസ് മാറാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. അപ്പം എല്ലാ മാർച്ചിലും ആണ് ഈ ഒരു ചേഞ്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ മാർച്ച് സെഷൻ തൊട്ടിട്ട് അല്ലെങ്കിൽ ജൂൺ സെഷൻ തൊട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടാക്സിൻ്റെ പോർഷൻസ് ഇമ്പാക്റ്റ് മാറിക്കൊണ്ടുവരുന്നത്. അതേപോലെ നമ്മൾ ടാക്സേഷൻ പേപ്പറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ടാക്സേഷൻ പേപ്പർ ആക്ച്വലി ACCൻ്റെ പല പേപ്പറും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫൗണ്ടേഷൻ ലെവലും സ്കിൽ ലെവലും പ്രൊഫഷണൽ ലെവലാണെങ്കിൽ പോലും ടാക്സേഷൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം സ്കിൽ ലെവലിലും പ്രൊഫഷണൽ ലെവൽസിനും മാത്രമേ ടാക്സേഷൻ പേപ്പറിന് ഇമ്പാക്റ്റ് വരുന്നുള്ളൂ. ടാക്സേഷൻ പേപ്പറിന് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇല്ല. അപ്പം നമ്മുടെ ടാക്സേഷൻ പേപ്പറിനെ വെച്ച് നോക്കുമ്പം നമ്മൾക്ക് 5 ടാക്സേഷനാണ് പഠിക്കാനുള്ളത്. ഇൻകം ടാക്സ് ഉണ്ട്, കോർപ്പറേഷൻ ടാക്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ട്, ഇൻഹെറിറ്റൻസ് ടാക്സ് ഉണ്ട്, വാറ്റ് ഉണ്ട്. ഈ 5 ടാക്സേഷനും ബ്രോഡായിട്ട് പഠിക്കുന്നത് പുറമെ അതിൻ്റെ കാൽക്കുലേഷൻ പെർസ്പെക്റ്റീവാണ് നമ്മൾ ടാക്സേഷൻ പേപ്പറിൽ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ മോർ ഓഫ് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് പേപ്പറാണ് നമുക്ക് ടാക്സേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഈ പറഞ്ഞ 5 ടാക്സേഷൻ്റെയും കാൽക്കുലേഷൻ പെർസ്പെക്റ്റീവും അതിൻ്റെ തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് വളരെ കുറച്ച്, മേ ബി ഒരു 10-20% മാത്രമേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, സോ നമ്മളുടെ ഒരു ടാക്സേഷൻ പേപ്പറിനോടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് എപ്പോഴും റീസണിങ് ആയിരിക്കണം. അതായത് ഞാനിപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ടാക്സേഷൻ പേപ്പർ ഫൈനാൻഷ്യൽ ആക്ടിൻ്റെ ബേസിസിലായതുകൊണ്ട് തന്നെ ആ ഫൈനാൻഷ്യൽ ആക്ട് വ്യക്തമായിട്ട് പഠിക്കുക, അതിൻ്റെ ബേസിസിൽ ടാക്സേഷൻ പേപ്പർ സോൾവ് ചെയ്യുക എന്ന് മാത്രമേ പറ്റുള്ളൂ. അതല്ലാതെ ലോജിക്കലി ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ടാക്സേഷൻ പേപ്പർ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫൈനാൻഷ്യൽ ആക്ടിൽ എന്താണോ സ്പെസിഫൈ ചെയ്യുന്നത് ആ റൂള് മനസ്സിലാക്കി അത് വ്യക്തമായി പഠിച്ച് അത് പ്രോബ്ലം സോൾവിങ് അനാലിസിസിൻ്റെ ബേസിസിൽ സോൾവ് ചെയ്യുകയാണ് നമ്മൾ ടാക്സേഷൻ പേപ്പറിൽ മെയിൻ മോട്ടീവായിട്ട് ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ സിലബസ് ഏരിയയിൽ സംബന്ധിച്ചിടത്തോളം അഡീഷണലി കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ടാക്സേഷൻ പേപ്പർ സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ സ്റ്റഡി ഹബ് എന്ന് പറയുന്ന ഒരു സാധനം വെച്ച് നോക്കുമ്പം പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്താ പറയുക പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കാനുള്ള കാര്യങ്ങളാണുള്ളത്. അതായത് ഒരു ടാക്സ് അക്കൗണ്ടൻറ്റിൻ്റെ രീതിക്ക് ചിന്തിച്ചിട്ട് അത് എങ്ങനെ വ്യക്തമായിട്ട് പേപ്പറിൽ എഴുതുന്നു എന്നാണ് ടാക്സ് എന്ന പേപ്പറിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടാക്സ് പേപ്പർ പഠിക്കുന്ന സമയത്ത് എപ്പോഴും പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടി വരിക. അത് കാൽക്കുലേഷൻ ടെക്നിക്സ് അല്ല, പകരം ആ ഒരു സിനാരിയോയിൽ എന്തൊക്കെ സാധനങ്ങൾ അവർ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടോ അത് ഫിനാൻഷ്യൽ ആക്ട് പ്രകാരം എങ്ങനെ റൂൾ ഔട്ട് ചെയ്യാം എന്നാണ് നമ്മൾ ടാക്സേഷൻ പേപ്പറിൽ നോക്കുന്നത്. അപ്പം ടാക്സേഷൻ പേപ്പറിൻ്റെ എപ്പോഴും ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു റീസണിങ് ആയാലും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സോൾവിങ് എന്ന ടെക്നിക്സ് വെച്ചിട്ടാണ് ടാക്സേഷൻ പേപ്പർ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. സോ ആ ടാക്സേഷൻ പേപ്പർ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഈ 5 ടാക്സേഷൻ ഉണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ട് ഇപ്പം ടാക്സേഷൻ എന്ന് പറയുന്ന പേപ്പറിൽ മെയിനായിട്ട് ഫോക്കസ് ഉള്ളത് ഒരു 60-70% ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സുമാണ്. ബാക്കി വരുന്ന ടാക്സസ് വെറും 40% മാത്രമേ ഉള്ളൂ. സോ കോർ സിലബസ് ഏരിയ ഇൻകം ടാക്സ് ഫോക്കസ് ചെയ്താൽ തന്നെ ടാക്സ് എന്താ പറയുക ഓൾമോസ്റ്റ് നമുക്ക് കംപ്ലീറ്റ്ലി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ടാക്സേഷൻ എന്ന് പറഞ്ഞ പേപ്പറിൻ്റെ ബ്രീഫ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്ലാസ്സിൽ നേരിട്ട് കാണാം.